ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു സർപ്രൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. മക്കളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ആരെയും അറിയിക്കാതെ ഒച്ച ഉണ്ടാക്കാതെ ഞാനിപ്പോൾ ഇതാ ലിവിങ് റൂമിലേക്ക് വന്നിണ്. അപ്പോൾ സർപ്രൈസ് വേറെ ആർക്കുമല്ല, ഇക്കാക്കും വേണ്ടിയിട്ടാണ്. ഇക്കാക്കിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. നാളെ എന്ന് പറയാൻ പറ്റില്ല, ഇന്ന് തന്നെ. ഇപ്പോൾ 1 മണിയായില്ലേ. ഇക്കാക്ക ഇതുവരെ ആയിട്ടും മക്കത്തുനിന്ന് വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ഒരു ടീമിൻ്റെ കളി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നല്ല ലേറ്റാവും വരാമെന്ന് പറഞ്ഞേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതെന്തായാലും ഒരു ഉപകാരമായി. കാരണം ഇതൊക്കെ സെറ്റ് ചെയ്യാൻ എനിക്ക് ഒരവസരം കിട്ടിയല്ലോ. അപ്പോൾ ഞാനങ്ങനെ മക്കളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു പാൻറ്റും ഒരു ഷർട്ടും. അപ്പോൾ അത് ഞാനൊരു ഹാമ്പറാക്കി സെറ്റ് ചെയ്യാണ്. എൻ്റെ വർക്ക് ഞാൻ തൽക്കാലമായിട്ട് നിർത്തി വെച്ചതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ഗിഫ്റ്റ് ബോക്സസ് ഒന്നും അവൈലബിൾ അല്ലേ. ചെറിയ ബോക്സ് ഉണ്ട്, അത് നല്ല ചെറുതാണ്. അതിൽ ഷർട്ടും പാൻറ്റും പാടിയും കൊള്ളൂല. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ച് എൻ്റെ അടുത്തൊരു ട്രേ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ അതിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. കാരണം ബോക്സസ് ആണെങ്കിലും എന്താണെങ്കിലും വാങ്ങാൻ പോകലൊക്കെ ഇക്കാക്കൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഡൗട്ടാവുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചോദിക്കും, എന്തിനാ ഇപ്പോൾ വാങ്ങണത്? ഇച്ചിപ്പം വർക്ക് തൽക്കാലം നിർത്തി വെച്ചതല്ലേ, ഇനിയിപ്പോൾ എന്തിനാ വാങ്ങണമെന്നൊക്കെ ചോദിച്ച് ഒരു ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഈ ട്രയൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മളെ ക്രാഫ്റ്റേഴ്സിൻ്റെ കയ്യിൽ പിന്നെ എന്ത് കിട്ടിയാലും അതുകൊണ്ട് ഹാമ്പർ സെറ്റ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. അപ്പോൾ പിന്നെ അങ്ങനെ അപ്പോൾ ഞാനിതാ ഈ രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തിണ്. ആദ്യം ഞാൻ നേരെ വെക്കാൻ നോക്കി, അപ്പോൾ പാൻറ്റ് കൊണ്ടില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ മടക്കി ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടോ. പിന്നെ അതിപ്പോൾ ഞാൻ ഭയങ്കര പ്രോപ്പറായിട്ടൊന്നുമല്ല കേട്ടോ സെറ്റ് ചെയ്യണത്. ഞാൻ പറഞ്ഞില്ലേ, ഉള്ള സാധനങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ മേലെ ഞാനൊരു ടോപ്പറും പാടി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്, ഹാപ്പി ബർത്ത്ഡേൻ്റെ. അപ്പോൾ ഇതിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫൈനൽ റിസൾട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഫൈനൽ ലുക്ക് ഇതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം. പിന്നെ ഞാൻ ഇതിലേക്കൊരു ഫ്രെയിമും കൂടെ ഇൻക്ലൂഡ് ചെയ്തണ്. ഇത് ഞങ്ങൾ ലാസ്റ്റായിട്ട് തായ്ഫിൽ പോയപ്പോൾ എടുത്തൊരു കപ്പിൾ പിക്കാണ്. അപ്പോൾ അതും പാടി ഞാനൊരു ഫ്രെയിമായിട്ട് സെറ്റ് ചെയ്തതാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് ആരും കാണാതെ ഒളിപ്പിച്ച് വെക്കണം. ഞാൻ മക്കളെ പോലും കാണിക്കാതെ ഓല് ഉറങ്ങാൻ കാത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓല് കണ്ടാൽ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞു, പ്രത്യേകിച്ച് മോള് കണ്ടാൽ ഇപ്പച്ചക്ക് ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഞാനൊരു തെളിവുകളും അവശേഷിക്കാതെ എല്ലാ കവറും ഒക്കെ എടുത്ത് വേസ്റ്റിലിട്ട് അത് ഞാൻ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ് വെക്കണം അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച്. അവിടേക്ക് കാക്ക വരാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല, അവിടെ നിന്ന് കണ്ടുപിടിക്കൂല. അപ്പം ഞാൻ എല്ലാം കഴിഞ്ഞ് സമാധാനത്തോടെ ഉറങ്ങി. പിറ്റേന്നല്ല, വെള്ളിയാഴ്ചയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇക്കാക്ക പള്ളിയിൽ പോയ സമയത്ത് ഞാൻ ബെഡിൽ അങ്ങനെ വെച്ചതാ, വരുമ്പോൾ തന്നെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇന്ന് പുറത്തുനിന്നാണ് കേട്ടോ ഫുഡ് വാങ്ങിയത്. മന്തി വേൾഡിൽ നിന്ന് മന്തിയാണ് വാങ്ങിയത്. അപ്പോൾ അവിടെ ഉള്ളൊരു ജ്യൂസാണിത്, അവക്കാഡോ മാംഗോ ജ്യൂസ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, ഇക്കാക്ക എപ്പം പോവും റൂമിലേക്കെന്ന് വിചാരിച്ചിട്ട്. ഫൈനലി റൂം തുറന്ന് നോക്കിയപ്പോൾ ഗിഫ്റ്റ് കണ്ട് ശരിക്കും സർപ്രൈസ് ആയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇക്കാക്കക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞ്. പാൻറ്റ് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഷർട്ട് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞ്. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. പ്ലേറ്റൊന്നും എടുത്തിട്ടില്ല കേട്ടോ, സുപ്രയിൽ തന്നെ ഇട്ടുകാണ്ട് അങ്ങനെ എല്ലാവരും കൂടെ കഴിക്കുകയാണ്. മന്തിയൊക്കെ പൊതുവേ നമ്മൾ ഇങ്ങനെ തന്നെ കഴിക്കൽ, സുപ്രയിൽ തന്നെ ഇട്ടുകാണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പോൾ നമ്മൾ പുറത്ത് പോവാണ്. പതിവ് പോലെ തന്നെ ഒരു ജ്യൂസും പബ്സും കഴിച്ചുകൊണ്ടാണ് നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്യണത്. ഇതിപ്പോൾ നേരെ 22ലേക്കാണ് കേട്ടോ പോണത്. നാട്ടിലേക്കുള്ള പർച്ചേസിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം എപ്പോഴെങ്കിലൊക്കെ ഇക്കാക്കക്ക് ലീവ് കിട്ടുക, ഫ്രൈഡേസിൽ മാത്രമേ ലീവ് ഉണ്ടാവുള്ളൂ. അപ്പം ഈ ഫ്രൈഡേ അങ്ങനെ അതിനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതിപ്പോൾ 22ൽ
പണ്ടൊക്കെ എല്ലാ സാധനത്തിനും 22 റിയാലേനി. ഇപ്പം ടാക്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡായിട്ട് 25 ആണ് കേട്ടോ ഇപ്പം ഇവിടുത്തെ റേറ്റ്. ഏത് സാധനം എടുത്താലും 25 ആണ്. പക്ഷേ ഇപ്പം ഇവിടെ ഈ പ്രാവശ്യം നമ്മൾ വന്നപ്പം 50 റിയാൽ ആ ഒരു ലെവലിലൊക്കെ സാധനങ്ങളുണ്ട്. പക്ഷേ കൂടുതലും 25 റിയാലിൻ്റെ ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. ഇതിപ്പോൾ നമ്മൾ ബാഗ്, ചെരുപ്പ്, ഡ്രസ്സുകൾ ഒക്കെ കൂടെ നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് വന്നത്. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ പാർക്കിങ്ങിൽ വണ്ടിയൊക്കെ നിർത്തിക്കണ്ട് ഇപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഏരിയ മൊത്തം ഒന്ന് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ ഡ്രസ്സസിൻ്റെയും ഇതിൻ്റെയൊക്കെ ഷോപ്സുകളുണ്ട് കേട്ടോ. അതിൻ്റെ കളി കണ്ടോ? ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ മുന്നിൽ വന്ന് കണ്ട് എപ്പോഴും ഉള്ളതാവും എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പ് കളികൾ. അപ്പോൾ എപ്പോഴും ഞാനത് ഒഴിവാക്കലാണ്. ഈ പ്രാവശ്യം അത് അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ച്. ഇവിടെ ഇപ്പോൾ അതാ തണുപ്പ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ തണുപ്പ് അങ്ങനെ ഭയങ്കര തണുപ്പൊന്നും ആയിട്ടില്ല. മക്ക ജിദ്ദ ഒഴികെ ബാക്കി എല്ലായിടത്തും തണുപ്പ് വന്നണെന്നൊക്കെയാണ് കേൾക്കണത്. അതിൻ്റെ ഭാഗമായിട്ട് ഫുൾ തണുപ്പിന് പറ്റിയ ടൈപ്പ് ഡ്രസ്സുകളാണ് മൊത്തത്തിലുള്ളത്. സ്വെറ്റേഴ്സും ജാക്കറ്റ്സും അങ്ങനെ ആയിട്ട് ഫുൾ തണുപ്പിൻ്റെ ടൈപ്പ് ഡ്രസ്സുകളാണ് ഉള്ളത്. ഇനിയിപ്പം മക്കൾക്ക് നാട്ടിലേക്കുള്ള ഡ്രസ്സ് എടുക്കൽ ഇത്തിരി ഡിഫിക്കൽട്ടി ആയിരിക്കും. കാരണം നാട്ടിൽ ചൂടല്ലേ, ഇവിടുത്തെ അത്ര ഈ ഒരു തണുപ്പിൻ്റെ ഇതിൻ്റെ എന്താ പറയുക, ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സുകൾ എടുത്താൽ നാട്ടിൽ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ തിരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഇതാ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉള്ളത് കാണിച്ചു തരികയാണ്. ഇവിടെ ഇതാ ടവൽസ്, പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ പുതയ്ക്കാൻ പറ്റിയ ടൈപ്പ് ചെറിയ കുഞ്ഞ് ബ്ലാങ്കറ്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഞാനിതിങ്ങനെ വീഡിയോ എടുക്കണേ കണ്ടപ്പം അവിടെ ഉള്ള ആൾ മടക്കി വെക്കണുണ്ടേനി. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ നേർത്തി കാണിച്ചു തരാറിന് കണ്ട് നേർത്തി കാണിച്ചതാണിത്. ഇതാ ഈ ഒരു ടൈപ്പ് ബ്ലാങ്കറ്റ് ആട്ടോ ഇത്. ഇതിനൊക്കെ 25 റിയാൽ തന്നെയാണ്. പിന്നെ ഇലൂൻ്റെ വാട്ടർ ബോട്ടിൽ പൊട്ടീനി. അപ്പോൾ ഞാൻ ഇവിടുന്ന് നോക്കിക്കാണ്ട് ഇലൂനൊരു വാട്ടർ ബോട്ടിൽ എടുത്ത്. ഇതിനൊക്കെ 13 റിയാലേ ഉള്ളൂ കേട്ടോ. വാട്ടർ ബോട്ടിൽസിനൊക്കെ 13 ഉള്ളൂ. പിന്നെ ഇവിടെ ദാ ലബൂബുവിൻ്റെ ബാഗ്സ് ഉണ്ട്. ഇപ്പോൾ ലബൂബു അല്ലേ ട്രെൻഡ്, അതുകൊണ്ട് ലബൂബുവിൻ്റെ ടൈപ്പ് ഇലൂനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ലബൂബുവിൻ്റെ ഐറ്റംസ്. ബാഗൊക്കെ കണ്ടപ്പോൾ ഓളങ്ങനെ നോക്കിയിരുന്നു. പക്ഷേ ഞാൻ വാങ്ങി കൊടുത്തില്ല, വെറുതെ ആവശ്യമില്ലാതെ വാങ്ങി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ചെറിയ കുഞ്ഞു കുട്ടികളെ ന്യൂ ബോൺ കുട്ടികളെ ഡ്രസ്സുകളുണ്ട്, ബേബി സെറ്റ് ഉണ്ട്. പിന്നെ ഇതാ ജീൻസ് പാൻറ്റുകൾ, ട്രാക്ക് പാൻറ്റ്, പിന്നെ ഇപ്പോഴത്തെ മോഡൽ ലൂസായിട്ടുള്ള ബാഗി പാൻറ്റുകൾ, അങ്ങനെ ഒരുവിധം എല്ലാ ടൈപ്പ് ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാതെ, നമ്മൾ വാങ്ങുമ്പം നോക്കിയെടുക്കണം. ചിലത് ഭയങ്കര തീരെ ക്വാളിറ്റി ഉണ്ടാവില്ല, പക്ഷേ ഭാഗ്യത്തിന് ചിലത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് കിട്ടും കേട്ടോ ഇവിടുന്ന്. അങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കണം. ഇതൊക്കെ ഇപ്പം ഞാൻ നോക്കുന്നത് ഇവർക്ക് വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റായിട്ടുള്ളതാണ് നോക്കുന്നത്. പിന്നെ അതായി അർജൻറ്റീനൻ്റെ ജേഴ്സിയും ട്രാക്ക് പാൻറ്റും സെറ്റാണ്. അപ്പോൾ ആദ്യമൊക്കെ കണ്ടപ്പോൾ ഇഷ്ടമായി. അങ്ങനെ ആദ്യക്കും അമ്മിമോൻക്കും ഒക്കെ അതെടുത്താണ് കേട്ടോ. ഇതിപ്പോൾ ഇതാ ഇങ്ങനെ സെറ്റുകൾ. പിന്നെ അതേപോലെ തന്നെ പെൺകുട്ടികളുടെയും ഒക്കെ നല്ല രസമുള്ള ഡ്രസ്സുകളുണ്ട്. ഉടുപ്പൊക്കെ എന്തൊരു ഭംഗിയുള്ള ഉടുപ്പുകളാണോ ഇവിടെ ഉള്ളതെന്ന് അറിയോ. ഞാൻ വാങ്ങാനല്ലെങ്കിലും എനിക്ക് ഈ പെൺകുട്ടികളെ, ഞാൻ കഴിഞ്ഞ ഷോപ്പിങ്ങിൽ പറഞ്ഞില്ലേ, പെൺകുട്ടികളെ സംഭവങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കും, വീഡിയോസൊക്കെ എടുക്കും. ഇതിപ്പോൾ ഇതാ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഇലൂന് വാങ്ങിയിരുന്നു കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. ഈ ബാബാ സൂട്ട് മോഡൽ അത് ഇലൂന് വാങ്ങിയാണ്. അങ്ങനെ ഇവിടുന്ന് ഇലൂനും 2-3 ഡ്രസ്സൊക്കെ എടുത്ത്. മക്കൾക്ക് ആൺകുട്ടിക്ക് പാൻറ്റും ഇതും സെറ്റ് ഉണ്ടാവുമല്ലോ, കോഡ് സെറ്റ് പോലെയുള്ളതൊക്കെ എടുത്ത്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം.
താഴത്തെ ഫ്ലോർ കഴിഞ്ഞ് ഇതിപ്പോൾ മേലത്തെ ഫ്ലോറാണ്. ഇവിടെ ഫുള്ള് ലേഡീസിൻ്റെ സെക്ഷൻസാണ്. ഷൂ, ബാഗ്, ഡ്രസ്സസ്, മാക്സി, പർദ്ദ, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഫുൾ ലേഡീസ് ഐറ്റംസാണ് മേലുള്ളത്. താഴത്ത് ജെൻസിൻ്റെതും കിഡ്സിൻ്റെതും താഴത്താണ്. അതേപോലെ ചെറിയ കുട്ടികളെ പെൺകുട്ടികളെ ഷൂസും ചെരുപ്പും മേലത്തെ ഫ്ലോറിലാണ് കേട്ടോ ഉള്ളത്. ഇവിടെ ബാഗുകൾ, ലേഡീസ് ബാഗുകൾ നല്ല അടിപൊളി മോഡൽസ് ഉണ്ടാവും കേട്ടോ. ഇവിടെ ബ്രാൻഡഡ് അല്ലാന്നേ ഉള്ളൂ, പക്ഷേ നല്ല ഭംഗിയുള്ള ബാഗുകൾ ഉണ്ടാവും. ഞാൻ ഇവിടുന്ന് വാങ്ങലുണ്ട്. ഇവിടുന്ന് വാങ്ങുമ്പോൾ നമുക്ക് കുറച്ച് തോനെ വാങ്ങാം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. മറ്റേത് ബ്രാൻഡഡ് ഈ എപ്പോഴും ബാഗ് ഇങ്ങനെ മാറ്റി മാറ്റി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടുന്ന് വാങ്ങണത് നല്ലതാണ്. കാരണം അത്ര പ്രൈസ് ഇല്ലല്ലോ. പിന്നെ ഈ ഒരു ടൈപ്പ് ജാക്കറ്റ് ഞാൻ വാങ്ങിയിട്ടോ. ഇതിനെന്താ പറയാന്നൊന്നും എനിക്കറിയില്ല, ജാക്കറ്റ് തന്നെയാണോ എന്നൊന്നും. നല്ല രസമുണ്ട് കാണാൻ. സ്കേർട്ടിലേക്കൊക്കെ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ വേണമെങ്കിൽ അബായൻ്റെ മേലെ നമുക്ക് ജസ്റ്റ് ഒന്ന് തണുപ്പ് കാലത്ത് നല്ല ഭംഗിയും ഉണ്ടാവും കാണാൻ. ഇതിട്ടാൽ തീരെ തണുപ്പ് ഇതാവൂല കേട്ടോ. അത് ഞാൻ എടുത്താണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലേഡീസിൻ്റെതും കൂടുതലും തണുപ്പിൻ്റെ ഐറ്റംസാണ് കൂടുതലും ഉള്ളത്. ഇനിയിപ്പോൾ ഇതന്നെ ഉണ്ടാവുള്ളൂ തണുപ്പ് കഴിയുന്നത് വരെ. ഇനി സമ്മർ ആവണം ബാക്കിയുള്ള ടൈപ്പൊക്കെ. പിന്നെ ഇവിടെ ഈ ടൈപ്പ് മാക്സികളുണ്ട്. ഫുൾ കൈയുള്ള മാക്സി ഉണ്ട്, ഹാഫ് ഉണ്ട്. ഇതൊക്കെ നല്ല മെറ്റീരിയലാട്ടോ. ഈ മാക്സികളൊക്കെ നല്ല രസമുള്ള മാക്സികളാണ്. ഞാനിവിടുന്ന് ഉമ്മക്കൊക്കെ മാക്സി വാങ്ങലുണ്ട്. ഫുൾ കൈയുള്ള മാക്സികൾ കിട്ടും ഇവിടെ. ഉണ്ടോ, ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ഇവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ദാഹം ഉണ്ടായിന് കേട്ടോ. തണുത്തത് എന്തെങ്കിലും കഴിക്കാൻ തോന്നി. അങ്ങനെ നമ്മൾ പോണ വൈമൽ ഒരു ഐസ്ക്രീം വാങ്ങി കഴിച്ചിട്ടോ. ഷമ്മാമ്, മാംഗോ, ചോക്ലേറ്റ്, ഇത് മൂന്നും പാടിയും ആണ് കേട്ടോ വാങ്ങിയത്. ഷമ്മാമ് നല്ല ടേസ്റ്റ് ഉണ്ടായിനി. ഷമ്മാമ് നമ്മൾ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടായിനി കേട്ടോ ഈ ഐസ്ക്രീം. ഇനിയിപ്പോൾ നേരെ പോണത് ആന്തലൂസ് മാളിലേക്കാണ്. അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് പോയത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇവിടെ വാട്ടർ ഡാൻസിങ് നടക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണോ അതിന് പറയാമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത് ഞാൻ കേൾപ്പിച്ചാൽ ഈ മാളിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഏരിയ ഉണ്ടല്ലോ, ഇത് ഭയങ്കര നമുക്കിങ്ങനെ നടക്കാനൊക്കെ ഭയങ്കര അധികം വെളിച്ചമില്ല, ഒരു ഡിമ്മായിട്ടുള്ള ലൈറ്റുകൾ കണ്ടില്ലേ. ഇത് ഭയങ്കര ഒരു ആംബിയൻസ് ആട്ടോ ഇവിടെ. ഇങ്ങനെ വെറുതെ നടക്കാനാണെങ്കിലും ഒക്കെ നല്ലൊരു പ്രത്യേകതരം ഒരു ഫീലാണ്. എനിക്ക് പറയാൻ കഴിയില്ല എങ്ങനെയാന്ന്. ഞാൻ എന്നിട്ട് ഇക്കാക്കനോട് പറയുന്നത് നമുക്കൊന്നും വാങ്ങാനില്ലെങ്കിലും വെറുതെയൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുക. പാർക്കിൽ പോയിരിക്കണേനെക്കാട്ടിയും നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ പോയിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പം ഞാൻ കുറച്ച് നേരം ഈ വാട്ടർ ഷോ ഒക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിവിടെ പോയ വെറുതെ ഒന്ന് നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കാൻ തോന്നും. ഇവിടെ പുറത്ത് അപ്പുറത്ത് തന്നെ നല്ല റോഡ് സൈഡുമാണ്. എന്നാലാണെങ്കിലോ നല്ലൊരു പ്രത്യേക തരം കാറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസേന്. നമ്മളങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നതിൻ്റെ ശേഷമാണ് മാളിൻ്റെ ഉള്ളിലേക്ക് കയറിയത്.
ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ ഒരു വാച്ചിൻ്റെ ഷോപ്പിൽ കയറി വാച്ചസൊക്കെ നോക്കി, പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ എനിക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനൊരു പെർഫ്യൂം വാങ്ങിയിട്ടോ. അപ്പോൾ ഇവിടെ നല്ല ഓഫർ ഉണ്ടായിനി. അപ്പോൾ ഒന്നിൻ്റെ പ്രൈസിന് 2 എണ്ണം കിട്ടുന്നുണ്ടേനി. ഒന്നിൻ്റെ പ്രൈസിനല്ല, അതിലേക്കൊരു 20 റിയാലും പാടി കൂട്ടിയാൽ 2 എണ്ണം കിട്ടും. അപ്പോൾ അങ്ങനെ 2 പെർഫ്യൂം വാങ്ങിയിട്ടോ. മാച്ചാണ് കേട്ടോ ബ്രാൻഡ്. ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിങ്ങാണ്. ഭയങ്കര ലോങ് ലാസ്റ്റിങ് പറഞ്ഞാൽ നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഡ്രസ്സ് തിരുമ്പണത് വരെ നല്ല സ്മെല്ലുണ്ടാവും. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ പെർഫ്യൂം. അപ്പോൾ അത് വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ R&Bയിൽ കയറിയിട്ടോ. ഇവിടുന്ന് എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ച് കണ്ട് അങ്ങനെ R&Bയിൽ കയറി. ഇവിടെ കണ്ടോ, ഇവിടെയും ഇത് തന്നെ അവസ്ഥ. ഫുള്ള് തണുപ്പിന് വേണ്ടിയിട്ട് ആണ് ഇപ്പം പുതിയതായിട്ട് സംഭവങ്ങളൊക്കെ ഇറക്കിയത്. ഷൂസ് ആണെങ്കിലും എന്തും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നോക്കി, അവിടെ നിന്നൊന്നും കിട്ടിയില്ല കേട്ടോ. ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, തണുപ്പിൻ്റെ നാട്ടിലേക്ക് ഇങ്ങനെ കുറേ തണുപ്പിൻ്റെ സാധനങ്ങൾ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ, നാട്ടിൽ ചൂടല്ലേ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി മാക്സിൽ കയറിയപ്പോൾ അവിടെയും തന്നെ അവസ്ഥ. ഒക്കെ തണുപ്പിൻ്റെ എന്താ പറയുക, ഉടുപ്പാണെങ്കിലും കോഡ് സെറ്റും അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും എല്ലാം തണുപ്പിന് പറ്റിയ ഐറ്റംസാണ്. അപ്പോൾ ഇവിടുന്നും അങ്ങനെ ഒന്നും വാങ്ങിയില്ല കേട്ടോ. അവിടുന്നും അങ്ങനെ നമ്മൾ കുറച്ചങ്ങനെ നോക്കിക്കൊണ്ട് അവിടുന്നും ഇറങ്ങി. അതൊക്കെ നോക്കിക്കണ്ട് അവിടുന്ന് ഇറങ്ങി. പിന്നെ ഇപ്പോൾ ഇതാ നല്ല വിശക്കാൻ തുടങ്ങിയാണ്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാമെന്ന് വിചാരിച്ച് കണ്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്ന് എല്ലാവർക്കും നെയ്റോസ്റ്റും അതേപോലെ മസാല ദോശയൊക്കെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഷറഫിയയിലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അതൊക്കെ കിട്ടണേ. അപ്പോൾ അവിടേക്കാണ് ഇനിയിപ്പം പോണത്. അങ്ങനെ ഞങ്ങൾ മസാല ദോശയും അതേപോലെ നെയ്റോസ്റ്റും പിന്നെ വട വാങ്ങിയിട്ടോ. വട നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ വടയും ഒക്കെ വാങ്ങി അതൊക്കെ കഴിച്ച് പിന്നെ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ മോനൊരു സാധനം കണ്ടുപിടിച്ച് വന്നു കേട്ടോ. ഇവിടെ മത്തങ്ങ ഉണ്ടായിരുന്നെന്നും പറഞ്ഞുകൊണ്ട് അത് കാണിച്ചു തന്നു കേട്ടോ, എന്നെ വിളിച്ചു കണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. ഇന്നത്തെ പർച്ചേസിങ്ങും എല്ലാം കഴിഞ്ഞാണ്. ഇനിയിപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ആ നേരെ മുന്നിൽ കാണുന്ന കൂട്ടം കൂടി നിൽക്കുന്ന ബിൽഡിങ്ങുകൾ കണ്ടോ, അതിനാണ് ഇവിടെ ഇസ്കാൻ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ജിദ്ദയിലുള്ള ഏറ്റവും പഴയതെന്നാണോ എനിക്കറിയില്ല, പക്ഷേ കുറേ വർഷങ്ങളായിട്ട് കുറേ കാലം മുന്നുള്ള ബിൽഡിങ്ങുകളാണിത്. ഇതൊരു കൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളികൾ ഇതിനെ കൂട്ട ബിൽഡിംഗ് എന്നാണ് പറയുക. പക്ഷേ ഇത് ദൂരത്തുനിന്ന് കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണേ. നാട്ടിലേക്കുള്ള പർച്ചേസിങ് കഴിഞ്ഞിട്ടില്ല. ഇനിയും വേറെ ഷോപ്പിംഗ് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം.